ഇപ്പോൾ കേന്ദ്രമന്ത്രിയായി കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപി ചുമതലയേൽക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. पेट्रोलियम मिनिस्टर के तौर पर अभी आपने ऑफिस में कार्यभार संभाला, क्या प्रायोरिटी आपका रहने वाला है? प्रायोरिटी ये सब मुझे नया है, ये मिनिस्ट्री मैंने I was not expecting this ministry, so it's a huge responsibility. So I have to definitely look into the prospects at which my Prime Minister is looking forward to and what kind of a load he is put on my Minister Puriji. So after going through all those, the content of the next level of emerging petroleum systems in India, after learning it properly, maybe I will be able to put in my contribution on the basis of the understanding that I have had from the living standards, the life settling standards of the people of Kerala and Tamil Nadu. Definitely that will be a standard understanding of the conditions of the life of the people in the country, and then looking at the prospects of oil exploration. It is said that there is a spot in Kollam, which is the district and town which brought me up. It is the same town which taught me the language that you are listening to now. So let's keep our thoughts open, so that I will also keep my thoughts open to imbibe from my senior minister and also my Prime Minister, also the panel who will support me. But thanks to the people of Kerala through Trichur, I bow before them. Thank you all very much. You gave me this opportunity. Thank you. രാകേഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രാകേഷ്, കൂടുതൽ മന്ത്രിമാർ ചുമതലയേൽക്കുന്നു. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും അല്പസമയത്തിന് മുൻപ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. വിവരങ്ങൾ. പാർവതി, രണ്ട് വകുപ്പുകളാണ് സുരേഷ് ഗോപിക്ക്, സഹമന്ത്രി സ്ഥാനമാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചിരുന്നത്. ഒന്ന് പെട്രോളിയം, മറ്റൊന്ന് ടൂറിസം. ഇതിലിപ്പോൾ പെട്രോളിയം വകുപ്പിന്റെ ചുമതലയാണ് സുരേഷ് ഗോപി ഏറ്റെടുത്തിരിക്കുന്നത്. പെട്രോളിയം വകുപ്പിന്റെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രി ഹർദീപ് സിംഗ് പുരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഹർദീപ് സിംഗ് പുരിക്കൊപ്പം സുരേഷ് ഗോപി ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പെട്രോളിയം വകുപ്പിന്റെ ചുമതല ഇപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ്. അതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. പിന്നെ സുരേഷ് ഗോപി പ്രതികരിച്ച പ്രധാനപ്പെട്ട കാര്യം, ഇത്തരമൊരു അവസരം നൽകിയതിന് പ്രധാനമന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തൃശ്ശൂരിലെ ജനങ്ങൾക്ക്, തൃശ്ശൂരിലെ വോട്ടർമാർക്ക് നന്ദി പറയാനും അദ്ദേഹം മറന്നില്ല. തൃശ്ശൂരിലെ വോട്ടർമാർ തന്നെ വിജയിപ്പിച്ചതുകൊണ്ടാണ് ഇത്തരമൊരു അവസരം സാധ്യമായത് എന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് തന്നെ അദ്ദേഹം ടൂറിസം വകുപ്പിന്റെ ചുമതല കൂടി ഏറ്റെടുക്കാനാണ് സാധ്യത. ഏതായാലും പെട്രോളിയം വകുപ്പിൽ എത്തിക്കൊണ്ടിപ്പോൾ ചുമതല അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ്. പാർവതി. പെട്രോളിയം ടൂറിസം വകുപ്പുകളുടെ ചുമതലയാണ് സുരേഷ് ഗോപിക്ക്. പെട്രോളിയം വകുപ്പിന്റെ ചുമതല അല്പസമയത്തിന് മുൻപ് അദ്ദേഹം ഏറ്റെടുത്തു. അഭിമാനമെന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. ഒപ്പം കേരളത്തിലെയും പ്രത്യേകിച്ച് തൃശൂരിലെയും ജനങ്ങളോട് നന്ദി പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. Please sit down and sign this. രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, പെട്രോളിയം വകുപ്പിന്റെ ചുമതലയാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ടൂറിസം വകുപ്പിന്റെ ചുമതലയും അദ്ദേഹം ഉടൻ തന്നെ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടരാം.
പാർവതി, ഏതായാലും ഈ 9 കൂടിയാണ് അദ്ദേഹം പെട്രോളിയം വകുപ്പിൽ മന്ത്രാലയത്തിൽ എത്തിയത്. തുടർന്ന് ഇപ്പോൾ അദ്ദേഹം വകുപ്പ് ഏറ്റെടുക്കുകയും ചെയ്തു. പെട്രോളിയം വകുപ്പിന്റെ ചുമതല ക്യാബിനറ്റ് മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം അതിനുശേഷം പ്രതികരിക്കുമ്പോഴും തൃശ്ശൂരിനെ കുറിച്ച് പരാമർശിച്ചു. പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂരിലെ ജനങ്ങൾ തന്നെ വിജയിപ്പിച്ചു, അതുകൊണ്ടാണ് ഇത്തരമൊരു അവസരം സാധ്യമായത്. ഒപ്പം ഈ അവസരം ഒരുക്കി തന്ന അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തേക്ക് തന്നെ പരിഗണിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി എന്നുകൂടി അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനി രണ്ടാമത്തെ വകുപ്പ്, അദ്ദേഹം സഹമന്ത്രി സ്ഥാനം വഹിക്കുന്ന വകുപ്പ്, അതിന്റെ ചുമതല ഏതായാലും അല്പസമയം തന്നെ ഏറ്റെടുക്കും. ടൂറിസം വകുപ്പിന്റെ ചുമതലയാണ്. ടൂറിസം വകുപ്പ് ഒരുപക്ഷെ ഉച്ചയോടുകൂടിയായിരിക്കും അദ്ദേഹം ഏറ്റെടുക്കുക എന്നാണ് സൂചന. ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ, പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ തന്നെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. രാവിലെ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ്. തൊട്ട് പിന്നാലെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും റെയിൽ മന്ത്രാലയത്തിലെത്തി ചുമതല ഏറ്റെടുത്തു. ഇപ്പോൾ ഏതായാലും ഗിരിരാജ് സിംഗ്, ഭൂപേന്ദ്ര യാദവ് തുടങ്ങിയ മന്ത്രിമാരൊക്കെ തന്നെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഭൂരിഭാഗം മന്ത്രിമാരും ഏതായാലും ഇന്ന് തന്നെ ചുമതല ഏറ്റെടുക്കാൻ തന്നെയാണ് സാധ്യത. അശ്വിനി വൈഷ്ണവിനെ സംബന്ധിച്ച് അദ്ദേഹം ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററുടെ ചുമതല കൂടി വഹിക്കുന്നുണ്ട്. ഏതായാലും ഭൂരിഭാഗം പേരും ഇന്ന് ചുമതല ഏറ്റെടുക്കുന്നു. സ്വാഭാവികമായും സുരേഷ് ഗോപിയും ടൂറിസം മന്ത്രാലയത്തിലെത്തി ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ വകുപ്പ് ഏറ്റെടുക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ഇപ്പോൾ അല്പം മുമ്പ് അദ്ദേഹം പെട്രോളിയം മന്ത്രാലയത്തിലെത്തി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. പാർവതി, കേരളത്തിൽ നിന്നുള്ള BJP MP സുരേഷ് ഗോപി പെട്രോളിയം വകുപ്പിൽ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അല്പസമയത്തിനു ശേഷം അദ്ദേഹം ടൂറിസം വകുപ്പിന്റെ ചുമതലയും ഏറ്റെടുക്കും. പ്രധാനമന്ത്രിക്കും കേരളത്തിലെ ജനങ്ങൾക്കും അദ്ദേഹം നന്ദി പറഞ്ഞു.